കലക്കി 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 കലക്കി. ഇത് എന്താണ് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാൾക്കും കൂടി നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇങ്ങനെ സംഭവിച്ചു, സത്യം പോലെ ഇങ്ങനെ സംഭവിച്ചു. അപ്പൊ എന്നോട് പറയാം നിങ്ങൾ സെപ്പറേറ്റ് ചെയ്തോ, ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആദ്യം ഞാൻ ഷാജാൻക ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ഓന്റെ നെഗറ്റീവ് മാറ്റിയിട്ട് ആദ്യം ഇന്നെ നെഗറ്റീവ് ആക്കുക, എന്നിട്ട് ഓന് പോസിറ്റീവ് ആക്കുക. ആ പോസിറ്റീവ് പിന്നെ പതിയെ ഇന്നും കൂടി ആക്കാം. പല പ്ലാനിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോ ഓടിച്ചോടിച്ച് 2 ദിവസം അത് കഴിഞ്ഞു. അപ്പോഴത്തേന് ഇത് ആകെ കയ്യിന്ന് പോയി. 2 ദിവസം ഇത് കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് പിന്നെ രാവിലെ തന്നെ ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇനി ഇത് കുറെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ ഏതാ എന്റെ നാട്ടിൽ പോവാണ്. അത് ജനങ്ങളോട് ഞാൻ തുറന്ന് ഞാൻ പറയാണ്. സോറി ഞാൻ ചോദിച്ചു. ഇന്നലെ മൈസൂരായിരുന്നു, മിഞ്ഞാന്ന് ബാംഗ്ലൂർ, ഇന്നലെ മൈസൂരായിരുന്നു. അപ്പൊ തന്നെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു ഇന്നിപ്പോ ഏതായാലും ഇനിയിപ്പോ അത് കൂടുതൽ നീട്ടിക്കൊണ്ടൊരു കാര്യം ഇപ്പം പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ. ഇനി ഞാൻ ഇവന്റെ ഒപ്പം കൂടിയുണ്ടെങ്കിൽ ഞാൻ ഇതിലാറെ കൊടുക്കാൻ ഞാൻ പോണത്. എന്താ ഇപ്പം മാക്സിമം ഇന്ന കൊടുക്കാനാണല്ലോ നോക്കണത്. അപ്പൊ എന്റെ കാസറ്റിനോടോ പറഞ്ഞു ഷാജാനാണ് ഈ പ്ലാൻ മൊത്തം ഇട്ടിക്കണെന്നുള്ളത്. അതുപോലെ പല ആളുകളോട് പറഞ്ഞിട്ടുണ്ടാവും. അത് ഓരോരുത്തരും എന്റെ ഈ വോയിസ് കേൾക്കുന്ന ആൾക്കറിയാം. പക്ഷെ ഞാന് ഇത് ഓനെ കൊടുക്കാനോ മറ്റുള്ളവരെ കൊടുക്കാനോ ഒന്നല്ല. പക്ഷെ തെറ്റ് സംഭവിച്ചു, അതിന്റെ തെറ്റ് സംഭവിച്ചു ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു. ഇതിലൊരു കമന്റ് വരുന്നുണ്ട്, എക്കോ ഹബ്ബ് നിഷാന്റെ ഫാമിലിയെ കൺവിൻസ് ചെയ്തത് ഷാജഹാനാണെന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും എനിക്ക് റോൾ ഉണ്ടോ? അതായത് ഓന്റെ ബാപ്പാനോട് സംസാരിക്കുക. കാരണം ഓൻ പറയണില്ലാറെ പൊതുവെ അന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഓന്റെ ബാപ്പാനോട് ഇജ്ജ് സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെ? ഇതൊന്നും പേടിക്കാനില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അഭിനയിച്ചോളൂ, ഇതൊക്കെ ഒരു കണ്ടന്റ് ആണെന്ന് പറഞ്ഞു. നിഷാനും ഓന്റെ ഫാദറും നല്ല കമ്പനിയാണ് ആണ്. ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല. അത് ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ എന്നോട് തന്നെ പറഞ്ഞെന്താ വെച്ചാൽ ഞാനും വാപ്പി ഭയങ്കര കമ്പനിന്റെ എല്ലാ കാര്യങ്ങളും വാപ്പാക്ക് അറിയും. അപ്പൊ ഞാനും വാപ്പി ഭയങ്കര കമ്പനിയാണ്. അപ്പൊ വാപ്പ സീനില്ല, വാപ്പ സപ്പോർട്ടാണ്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ നിഷാൻ എന്ത് ചെയ്തു? ഈ ഒരു ഇതില് മൊത്തത്തില് നിഷാനും ഷാജഹാനാണ് കുടുങ്ങി. ഷാജഹാൻ ഞാൻ പറഞ്ഞല്ലേ, ഷാജഹാനെ ഞാനിപ്പോ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പുളിച്ചിന്ന് പറഞ്ഞ കാര്യം പുളിച്ചണോ. അതായത് പുളിച്ചാകാൻ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ, അതായത് ഞാൻ കരുതി ഞാനൊക്കെയാണ് ഏറ്റവും വലിയ പുളിച്ച്, ഇഞ്ചിലാറ് വലിയ പുളിച്ചതരാണ്. എല്ലാത്തിലും പോയിട്ട് എല്ലാ വള്ളിക്കേസിലും പോയിട്ട് തലയിട്ട് കാണാൻ മെയിൻ ആവും. എന്നിട്ട് അവിടുത്തെ ഒരു മെയിൻ ആളാകാനോ നോക്കും. ഇത് സത്യം പറഞ്ഞാല് ഇവര് നല്ലോണം ആലോചിച്ച് ഉറക്കി ഒഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത കണ്ടന്റാണ്. അതായത് ഫെയിമിന് വേണ്ടിയിട്ട്. പക്ഷെ കണ്ടന്റൊക്കെ അഭിനയിച്ച് നല്ലൊരു സിനിമ അഭിനയിച്ച് എല്ലാം വെച്ച് കഴിഞ്ഞ് എല്ലാം റെഡിയായി സെറ്റായപ്പോൾ പടം പൊളിഞ്ഞ് കണ്ടന്റും പൊളിഞ്ഞ് ബാക്കിയുള്ളവർക്ക് ഇത് നല്ല കണ്ടന്റായി. ബാക്കിയുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഇത് നല്ല നല്ല ചൂടുള്ള കണ്ടന്റായി മാറി. സായി, ഖാദർ കരിപ്പൊടി, അങ്ങനെയുള്ള ഒരുവിധ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞാണ്ട് വീഡിയോ ചെയ്യും. അതേപോലെ സായും കരിപ്പൊടിയൊക്കെ ഇത് പറയാതിരിക്കാൻ പറ്റൂല. അതുപോലെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. സായി ആയിക്കോട്ടെ, ഇനിയിപ്പോ ഖാദർക്കായിക്കോട്ടെ എന്നോട് പറഞ്ഞത് ഷാജാനെ അത് തെറ്റു പറ്റിക്കണെങ്കിൽ അത് ഓരോട് ജനങ്ങളോട് പറയാ. ഇത് ജനങ്ങളോട് പറഞ്ഞാളെ പല വട്ടം ഞാൻ പറയാൻ ശ്രമിക്കുന്ന സമയത്തും ഇവനാണ് അത് പറയരുത് ഇത് പറയരുത്, നിങ്ങളെ ഭാഗത്തുനിന്നാണ് പോയത്. ഞാൻ ഖാദർക്കാണ് ഞാൻ 5000 റുപ്യ കൊടുത്തു എന്നുള്ള ആ വോയിസ് ഫസ്റ്റ് വന്നപ്പോ എന്നോട് പറഞ്ഞ് നിങ്ങൾ എത്തുന്നാണ് ഇത് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഏതായാലും തുറന്ന് പറയാം, ഇത് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, തെറ്റ് സംഭവിച്ചു. നമ്മളിപ്പോ ഇത് കൂടുതൽ വിഷയത്തിലേക്കാണ് ഇത് പോണത്. നമ്മൾ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോ ഒരിക്കലും നമ്മള് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഇത് വരും ഞാൻ ഒരിക്കലും ഇത് ആലോചിക്കണില്ല. അതായത് ഇതിലൊരു മതം കയറി വന്നത് ഒരു തീവ്രവാദ വർഗീയത ഉണ്ടാവുന്നില്ല, ഒരിക്കലും നമ്മളിത് ആലോചിക്കണില്ല. പക്ഷെ ഇത് ലാസ്റ്റ്ക്ക് എത്തിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് പോക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പൊ ഞാൻ പോക്ക് നിഷാൻ ഇങ്ങനെയൊക്കെ ഒരു കളികൾ കളിച്ചു എന്ന് പറയുന്നുണ്ട്. നിഷാന് ഈ ഒരു വിഷയത്തിലെ ഒരു വർഗീയപരമായിട്ട് ഇങ്ങനെ തെറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു കലാപം അങ്ങനത്തെ ഒരു ടൈപ്പ് സംഭവം ഉണ്ടാക്കിയിട്ട് അതിൽ അങ്ങനത്തെ എന്തെങ്കിലും കളികൾ ഓനക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടോ? എങ്ങനെ? അതായത് ഒരു വർഗീയത ഉണ്ടായാലും പ്രശ്നമില്ല എന്നില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് ഓന് ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ടോ? വർഗീയത രൂപത്തിലുള്ള ഒരു സംഭവം എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇല്ല, അതായത് ജനങ്ങൾക്ക് പൊതുവെ സംശയം തോന്നുന്ന ഒരു പരിപാടി എന്താ വെച്ചാല് ഈ നിഷാന് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയും പിന്നെ അതിന് വേണ്ടിട്ട് ഒരു ചാരിറ്റി തുടങ്ങുകയും അതൊക്കെ സംഭവം റീച്ചിന് വേണ്ടിയിട്ടാണ്. അത് ഈ ഒരു വിഷയം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. ഈ ചാരിറ്റിയില് ഫണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അതെനിക്കറിയില്ല. നമ്മൾ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഓനോട് പറഞ്ഞൊരു വിഷയം, ഫലസ്തീനിലെ ഓനെ ഏതൊരു ചങ്ങായിന് ഒരു കോണ്ടാക്ട് ഉണ്ട്. ഈ ചങ്ങായിനെ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. വീഡിയോ കോൾ ചെയ്ത് കാണ്ട്
ഇങ്ങനെ അവർക്ക് ഒരു ടെന്റ് കെട്ടി കൊടുക്കുന്ന ഒരു പ്ലാനിങ് കൂടി നമുക്ക് ഇതിൽ കൊണ്ടുവരാനുണ്ട്. അതും കൂടെ കൊടുന്നു കഴിഞ്ഞാല് മൊത്തം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തില് ആണ് സംഭവം പറഞ്ഞത്. ഓനിത് സംഭവം ഒരിക്കലും ഓനൊരു ഒരു തീവ്രവാദത്തിലേക്കോ അല്ലെങ്കിൽ വേറെ ഇതൊരു മതത്തിനെ പറ്റിയിട്ടുള്ള പ്രശ്നം ചെറുക്കൻ എന്താ വെച്ചാല് ഫലസ്തീനോടുള്ള ഒരു സ്നേഹം ഉള്ളില് നല്ലോണം ഉണ്ട്, പാവങ്ങളെ സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ചെയ്തത് മറ്റേ പരിപാടിയായി എന്നുള്ളൂ. അതായത് ഫലസ്തീനക്കാരെ കൂടി തെറി കൊള്ളിച്ചുന്ന രീതിയിലായി ഇവന്റെ പരിപാടികള്. അതുണ്ടായത് ഇപ്പോ. പിന്നെ ഇവര് നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കിയപ്പോ അത് കണ്ടന്റ് ആയത് ബാക്കിയുള്ളവർക്കാണ്. അതും വേണമല്ലോ പറയാം, ബാക്കിയുള്ളവർക്കാണ് അത് കണ്ടന്റ് ആയത്. ഇവർക്ക് അത് കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. ഇവരുടെ വൈറലാകാൻ വേണ്ടി എയറിൽ കയറിയ ആളാണ് ഈ ഷാജഹാനും നിഷാനൊക്കെ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. സത്യം പറഞ്ഞ